ഹായ് ഓൾ, വെൽക്കം ടു SCT സമഗ്ര. ഇന്ത്യൻ ജിയോഗ്രഫിയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്നും പ്രധാനമന്ത്രി നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? മണിപ്പൂരാണ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്? ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ചെന്നൈ നഗരത്തിന് സമീപമാണ് ഗിണ്ടി നാഷണൽ പാർക്ക്. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഏത് ഏറ്റവും വലിയ സംസ്ഥാനം? ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 2ാം സ്ഥാനം മധ്യപ്രദേശ്, 3ാം സ്ഥാനം മഹാരാഷ്ട്ര, 4ാം സ്ഥാനം ഉത്തർപ്രദേശ്. ഏതൊക്കെ വരുന്നത്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഇതാണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. 2ാം സ്ഥാനം മധ്യപ്രദേശ്, 3ാം സ്ഥാനം മഹാരാഷ്ട്ര, 4ാം സ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ് വായിക്കാം. ഗുജറാത്ത്, ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം, മധ്യപ്രദേശ്. ഇതിലേതാ? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മധ്യപ്രദേശ്. ഗുജറാത്ത്, മധ്യപ്രദേശ് ഒന്നും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. ഭാഗമായത് ഏതൊക്കെ വരുന്നുണ്ട്? ഓപ്ഷനില് ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഏത് സ്റ്റേറ്റിലാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലോട്ടോ. മേഘാലയയിലാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയില്. പക്ഷെ ഇപ്പോഴും മുൻപ് ഈ ചിറാപുഞ്ചി ചെയ്യുന്നത്, പക്ഷെ ഇപ്പോഴും മൗസിൻ റാം ആട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻ റാം. അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മുൻപ് ചിറാപുഞ്ചി ചെയ്യുന്നത്, ഇപ്പോഴും മൗസിൻ റാം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കേട്ടോ. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് നോക്കാം. ഓപ്ഷൻസ് വായിക്കാം. ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇതിലേതാ? ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ വരുന്നത്. ആന്ധ്രാപ്രദേശ് ആണ്. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇനി സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക കേട്ടോ. ഏതാണ്? കർണാടകയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണെന്ന് ക്വസ്റ്റിന്. രാജസ്ഥാൻ, ഒഡീഷ, ഗുജറാത്ത്, ത്രിപുര. ഇതിലേതാ വരുന്നത്? ഒഡീഷ കേട്ടോ. ഒഡീഷയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഓക്കെ, നമുക്ക് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പഠിക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇതിനൊരു കോഡില്ലേ? എന്തേതോ MTയും MGRും JCBയും വാങ്ങിട്ടോ. അത് വെച്ചിട്ട് പഠിക്കാം. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ കോഡിൽ എല്ലാ സ്റ്റേറ്റും വരുന്നുണ്ട്. എന്തായാലും പഠിക്കണം. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. താങ്ക്